ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്ലബ്. ഇപ്പോൾ ഡേ 20 നമ്മൾ പഠിച്ചത് പാസ്റ്റ് ടെൻസുമായി ബന്ധപ്പെട്ടുള്ള 4 പാഠങ്ങളാണ്. അപ്പോൾ അത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായി എന്നറിയുന്നതിന് വേണ്ടി ചെറിയൊരു ടാസ്ക് തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാം 4 ചോദ്യങ്ങൾ. ഈ 4 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തെ സെന്റൻസ് ജോൺ ഡാഷ് ബിരിയാണി. ഇവിടെ ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് ഈറ്റ് എന്ന് കാണാം. അവിടെ നമുക്ക് വേറെ ഓക്സിലറി വെർബ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. അതിനർത്ഥം ഇത് സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് സിമ്പിൾ പാസ്റ്റിൽ എന്താണ്, കഴിഞ്ഞു പോയ ആക്ഷൻ ആണ്. വെർബിന്റെ വീട്ട് ഉപയോഗിക്കുന്ന ഒരേ ഒരു ടെൻസ് സിമ്പിൾ പാസ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ ഈറ്റ് എന്നുള്ള വെർബിന്റെ വീട്ടു എന്ന് പറഞ്ഞാൽ ഏറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ജോൺ ഏറ്റ് ബിരിയാണി, ജോൺ ബിരിയാണി കഴിച്ചു എന്നുള്ളതാണ് സെന്റൻസിന്റെ അർത്ഥം. രണ്ടാമത്തെ സെന്റൻസ് നമുക്ക് നോക്കാം. ഐ ഡാഷ് വാച്ചിങ് എ മൂവി യെസ്റ്റർഡേ. ഇവിടെ വാച്ച് എന്ന് പറഞ്ഞ വെർബിന്റെ കൂടെ ഒരു ing ഫോം വന്നു. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ടെൻസ് ആണെന്ന് മനസ്സിലാക്കാം. നമുക്കറിയാം പാസ്റ്റിൽ 2 കണ്ടിന്യൂസ് ടെൻസ് ഉണ്ട്, പാസ്റ്റ് കണ്ടിന്യൂസും അതുപോലെ തന്നെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും. 2 കണ്ടിന്യൂസ് ടെൻസ് ഇവിടെ എഴുതിയാലും ശരി തന്നെയാണ്. നിങ്ങളിവിടെ ചെയ്യേണ്ടത് അതിന്റെ ഓക്സിലറി വെർബ് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഐ കഴിഞ്ഞ് പാസ്റ്റ് കണ്ടിന്യൂസിൽ വാസും വേറും ആണ്. നമുക്കറിയാം ഐ അവിടെ മാത്രമാണ് നമ്മൾ സിംഗുലർ ആയിട്ട് ഒന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഐ വാസ് വാച്ചിങ് എ മൂവി യെസ്റ്റർഡേ എന്നുള്ളതാണ്. ഇതെല്ലാം നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഓക്സിലറി ഉപയോഗിച്ചുകൊണ്ടും ഈ സെന്റൻസ് എന്താണ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമ്മൾ ഐ ഹാഡ് ബീൻ വാച്ചിങ് എ മൂവി യെസ്റ്റർഡേ എന്ന് പറഞ്ഞാലും ശരി തന്നെയാണ്. ഇനി അടുത്ത സെന്റൻസ് നോക്കുകയാണെങ്കിൽ വി ഹാഡ് ഡാഷ് ഹിം അല്ലെ. ഇവിടെ ഹാഡ് വന്നത് കൊണ്ട് തന്നെ ഇത് പെർഫെക്റ്റ് ടെൻസ് ആണ് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റിന്റെ റൂൾ അനുസരിച്ച് കൊണ്ട് വെർബിന്റെ V3 മൂന്നാമത്തെ രൂപമാണ് നമ്മൾ എഴുതേണ്ടത്. ഇവിടെ മീറ്റ് എന്നുള്ള V1 ആണ്, അതിന്റെ V3 എന്ന് പറഞ്ഞാൽ മെറ്റ് എന്നുള്ളതാകും. അപ്പോൾ സെന്റൻസ് എങ്ങനെ പറയും? വി ഹാഡ് മെറ്റ് ഹിം അല്ലേ, ഞങ്ങൾ അവനെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് സെന്റൻസിന്റെ അർത്ഥം. ലാസ്റ്റ് സെന്റൻസ് നോക്കുകയാണെങ്കിൽ ബീന ഡാഷ് ബീൻ ഡാഷ് സ്ലീപ്പ് അല്ലേ. ഇവിടെ ബീൻ വന്നത് കൊണ്ട് തന്നെ നമുക്കറിയാം അത് ഹാഡ് ബീൻ എന്നുള്ളതാണ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അവിടെ കണ്ടിന്യൂസ് ആയതുകൊണ്ട് തന്നെ വെർബിന്റെ ing ഫോം ആണ് വരേണ്ടത്. ഇവിടെ വീണ ഹാഡ് ബീൻ എന്ന് നമ്മൾ എഴുതി. അത് കഴിഞ്ഞ് ഇവിടെ ing ഫോം പറയുകയാണെങ്കിൽ സ്ലീപ്പിംഗ് എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെ പറയും? വീണ ഹാഡ് ബീൻ സ്ലീപ്പിംഗ് അല്ലേ, വീണ ഇന്നലെ ഉറങ്ങുകയായിരുന്നു എന്നുള്ളതാണ് എന്താണ് ആ സെന്റൻസിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു. എല്ലാവർക്കും ശരിയായെന്ന് കരുതുന്നു. നമുക്ക് ഡേ 21 ഫ്യൂച്ചർ ടെൻസ് പഠിച്ചു തുടങ്ങാം. അപ്പൊ ഫ്യൂച്ചർ ടെൻസിലും 4 പാർട്ടുണ്ട്. സിമ്പിൾ ഫ്യൂച്ചർ എന്നും ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്നും ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്നും ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്നും പറയും. അപ്പൊ സിമ്പിൾ ഫ്യൂച്ചർ വളരെ എളുപ്പമുള്ള ഒരു ടെൻസ് ആണ്. ഇനി നടക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് സിമ്പിൾ ഫ്യൂച്ചർ പറയാം. അവിടെ ശ്രദ്ധിക്കേണ്ടത് അത് കണ്ടിന്യൂസ് അല്ലാത്ത കാര്യങ്ങളായിരിക്കണം. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മൾ പറയേണ്ടത് ഫ്യൂച്ചർ കണ്ടിന്യൂസിലോ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിലോ ആയിരിക്കണം. അപ്പൊ ഇവിടെ സിമ്പിൾ ഫ്യൂച്ചർ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സബ്ജക്ട് പ്ലസ് വിൽ ഷാൾ മേ ക്യാൻ ലെറ്റ് പ്ലസ് V1 പ്ലസ് ഒബ്ജക്ട്. അപ്പൊ സബ്ജക്റ്റ് വേണ്ടി നമുക്ക് ഇത്രയും ഓക്സിലറി വെർബുകൾ ഉപയോഗിക്കാൻ സാധിക്കും സിമ്പിൾ ഫ്യൂച്ചർ. അപ്പൊ ഇത്രയും ഓക്സിലറി വെർബുകളുടെ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഐ എന്ന സബ്ജക്റ്റും വി എന്ന സബ്ജക്റ്റും കഴിഞ്ഞു വില്ല് പറഞ്ഞാൽ ആ പറയുന്ന കാര്യത്തിൽ ചെറിയൊരു ഉറപ്പുണ്ടാകും. ഷാൾ ഉപയോഗിക്കുകയാണെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഒരു സെന്റൻസ് ആയിരിക്കും. മേ പറയുകയാണെങ്കിൽ സംശയമായിരിക്കും. ക്യാൻ പറയുകയാണെങ്കിൽ കഴിവായിരിക്കും. നമ്മൾ ലെറ്റ് ഉപയോഗിക്കുന്നത് അതെന്താണെന്ന് ഞാൻ വഴിയെ പറഞ്ഞു തരാം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ അവിടെ പോകും, ഐ വിൽ ഗോ ദെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഞാൻ പോകുമെന്നാണ് അർത്ഥമെങ്കിലും ആ സെന്റൻസിൽ ചെറിയൊരു ഉറപ്പുണ്ട്. ഞാൻ ഉറപ്പായും പോകുമെന്നാണ് അവിടെ വിൽ എന്നുള്ള ഓക്സിലറി ആ സെന്റൻസിൽ ഉപയോഗിച്ചത് കൊണ്ട് നമുക്ക് കിട്ടുന്ന അർത്ഥം. ഇനി ഐ ഷാൽ ഗോ ദെയർ എന്ന് പറഞ്ഞാലും അതിന്റെ അർത്ഥം ഞാൻ അവിടെ പോകുമെന്ന് തന്നെയാണ്. ഐ എന്ന സബ്ജക്റ്റും വി എന്ന സബ്ജക്റ്റും കഴിഞ്ഞ് ഷാൾ എന്ന ഓക്സിലറി ഉപയോഗിച്ചത് കൊണ്ട് ആ സെന്റൻസ് നോർമൽ ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. ഞാൻ എന്താണ് അവിടെ പോകും എന്നുള്ള അർത്ഥമാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഐ മേ ഗോ ദെയർ അതിനർത്ഥവും ഞാൻ അവിടെ പോകുമെന്ന് തന്നെയാണ്. പക്ഷേ അവിടെ മനസ്സിലാക്കേണ്ടത് ചെറിയൊരു സംശയമാണ്. ചിലപ്പോൾ ഞാൻ പോകാം അല്ലെങ്കിൽ പോകാതിരിക്കാം. അങ്ങനെ നമ്മൾ എന്താണ് സംശയിച്ച് പറയുമ്പോഴാണ് മേ എന്ന ഓക്സിലറി സാധാരണ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത്. ഇനി ക്യാൻ വെച്ച് പറയുകയാണെങ്കിൽ ഐ ക്യാൻ ഗോ ദെയർ അതിനർത്ഥം ഞാൻ അവിടെ പോകുമെന്ന് തന്നെയാണ്. പക്ഷെ ചെറിയ അർത്ഥവ്യത്യാസം എന്ന് പറഞ്ഞാൽ അവിടെ പോകുന്നതിന് എനിക്ക് കഴിവുണ്ട്, അതിനുള്ള സാഹചര്യമുണ്ട്, അത്തരത്തിൽ എനിക്ക് എന്താണ് സാധിക്കുമെന്നുണ്ടെങ്കിലാണ് ഞാൻ ക്യാൻ എന്ന ഓക്സിലറി അവിടെ ഉപയോഗിക്കേണ്ടത്. ഇനി നമുക്ക് ലെറ്റ് എന്ന ഓക്സിലറി മനസ്സിലാക്കാം. നമുക്കറിയാം ഇംഗ്ലീഷ് ഭാഷ എന്താണ് ഉണ്ടായിട്ടുള്ളത് ഇംഗ്ലണ്ടിലാണ് അല്ലേ. അവിടെ രാജഭരണമാണ്. ഇപ്പൊ രാജാക്കന്മാർക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടി കണ്ടുപിടിച്ച ഓക്സിലറി വെർബാണ് ലെറ്റ് എന്നുള്ളത്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ആജ്ഞകളും നിർദ്ദേശങ്ങളും അതുപോലെ സജഷൻസ് ഒക്കെ പറയുന്നതിന് വേണ്ടിയാണ് ലെറ്റ് എന്ന ഓക്സിലറി ഉപയോഗിക്കുന്നത്. ഇപ്പൊ മലയാളത്തിൽ നമ്മൾ ടേ എന്ന് അവസാനിക്കുന്ന വാക്കുകൾ ഉദാഹരണം പറയുകയാണെങ്കിൽ പോകട്ടെ, വരട്ടെ, കുട്ടികൾ കളിക്കട്ടെ, അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളെല്ലാം ഇംഗ്ലീഷിൽ നമ്മൾ ലെറ്റ് ഉപയോഗിച്ചാണ് പറയേണ്ടത്. അവിടെ നമുക്ക് ആജ്ഞകളാവാം, നിർദ്ദേശങ്ങളാവാം, അഭിപ്രായങ്ങളാവാം, ഇതൊക്കെ നമുക്ക് ലെറ്റ് ഉപയോഗിച്ച് പറയാൻ സാധിക്കും. ലെറ്റ് കഴിഞ്ഞാൽ നമ്മൾ സബ്ജക്റ്റിന്റെ ഒബ്ജക്റ്റ് ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. ഒബ്ജക്റ്റ് ഫോം എന്ന് വെച്ചാൽ ഐ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ മീ ആണ്.
അതുപോലെ വി എന്ന് പറഞ്ഞാൽ അസ്സാണ്, ദേ എന്ന് പറഞ്ഞാൽ ദമ്മാണ്, ഹി എന്ന് പറഞ്ഞാൽ ഹിമ്മാണ്, ഷി എന്ന് പറഞ്ഞാൽ ഹെറാണ്. അപ്പൊ ലെറ്റ് ഹി എന്ന് പറയില്ല, ലെറ്റ് ഹിം എന്നേ പറയുള്ളൂ. ലെറ്റ് ഹിം ഗോ, വെറും നമ്മൾ V1 തന്നെയാണ് ഉപയോഗിക്കുന്നത്. ലെറ്റ് ഐ എന്ന് പറയില്ല, ലെറ്റ് മീ. ലെറ്റ് ദേ എന്ന് പറയില്ല, ലെറ്റ് ദം ഗോ, അവർ പോകട്ടെ. ലെറ്റ് ഷി എന്ന് പറയില്ല, ലെറ്റ് ഹെർ ഗോ, അല്ലെ, അവൾ പോകട്ടെ. ലെറ്റ് എന്ന ഓപ്ഷൻ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് സബ്ജക്റ്റിന്റെ ഒബ്ജക്ട് ഫോം ആണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു വിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ഉറപ്പാണ്, ഐയും ബിയും സബ്ജക്റ്റ് കഴിഞ്ഞ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബാക്കിയുള്ള സബ്ജക്റ്റ് കഴിഞ്ഞ് ഷോൾ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചാൽ ചെറിയ ഉറപ്പും വിൽ എന്ന് പറഞ്ഞാൽ നോർമലുമാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹി ഷാൽ ഗോ ദെയർ, അവൻ ഇവിടെ പോകും, അവിടെ ചെറിയൊരു ഉറപ്പുണ്ട്. അതുപോലെ തന്നെ ഹി വിൽ ഗോ ദെയർ എന്ന് പറഞ്ഞാൽ അവൻ ഇവിടെ പോകുമെന്ന് തന്നെയാണ് അർത്ഥമെങ്കിലും അത് നോർമൽ ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. അപ്പൊ ഐയും ബിയും കഴിഞ്ഞ് വില്ല് പറഞ്ഞാൽ ഉറപ്പും ഷാള് പറഞ്ഞാൽ നോർമലും ആണെങ്കിൽ ബാക്കിയുള്ള സബ്ജക്റ്റ് കഴിഞ്ഞ് ഷാള് പറഞ്ഞാൽ ഉറപ്പും വില്ല് പറഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള ഒരു സെന്റൻസും ആയിരിക്കും. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഏത് സബ്ജക്റ്റ് കഴിഞ്ഞ് മേ പറഞ്ഞാൽ സംശയവും, അതുപോലെ ക്യാൻ എന്ന ഓക്സിലറി പറഞ്ഞാൽ കഴിവും, ലെറ്റ് എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് നമ്മൾ എന്താണ് സബ്ജക്റ്റിന്റെ ഒബ്ജക്ട് ഫോമും അതോടൊപ്പം തന്നെ ആജ്ഞകളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ലെറ്റ് എന്ന ഓക്സിലറി ഉപയോഗിക്കുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ എളുപ്പമാണ്. ഈ പറഞ്ഞ ഏത് ഓക്സിലറി എഴുതിയാലും അത് കഴിഞ്ഞ് വെർബിന്റെ V1 പിന്നെ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആ സെന്റൻസ് നമ്മൾ ഒബ്ജക്റ്റിൽ എഴുതി കഴിഞ്ഞാൽ സിമ്പിൾ ഫ്യൂച്ചർ ആയി, അല്ലേ? ഇവിടെ നമുക്ക് ഒന്നാമത്തെ സെന്റൻസ് നോക്കാം. ഞാൻ ഒരു നോവൽ എഴുതും. ഇവിടെ നമുക്കറിയാം സബ്ജക്റ്റ് ഒരു വിഷയമല്ല. ഇവിടെ സബ്ജക്റ്റ് എന്ത് തന്നെയാണ് ഈ പറഞ്ഞ ഏത് ഓക്സിലറി എഴുതാം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വില്ല് പറഞ്ഞാൽ അവിടെ ചെറിയ ഉറപ്പാണ്, കാരണം ഞാൻ എന്നുള്ള സബ്ജക്റ്റ് ആണ്. ഷാള് പറഞ്ഞാൽ നോർമലാണ്, മേ പറഞ്ഞാൽ സംശയമാണ്, ക്യാൻ പറഞ്ഞാൽ കഴിവാണ്, ഞാൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ നമ്മൾ ഐ എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് ഇവിടെ ഇഷ്ടമുള്ള ഓക്സിലറി എഴുതാം. ഞാനൊരു നോവൽ എഴുതും, ഉറപ്പായും എഴുതും എന്ന് പറയണമെങ്കിൽ ഞാനിവിടെ വിൽ എന്ന ഓക്സിലറിയാണ് ഉപയോഗിക്കേണ്ടത്. ഇത് നോർമൽ സെന്റൻസ് ആയതുകൊണ്ട് ഞാനിവിടെ ഷാൾ എന്ന ഓക്സിലറി പറയുന്നു. അത് കഴിഞ്ഞ് നമുക്കറിയാം വെർബാണ് എഴുതേണ്ടത്, അല്ലെ? വെർബിന്റെ V1 ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ എഴുതുക എന്നുള്ള വെർബാണ്, അതിന്റെ V1 റൈറ്റ് എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് ഒബ്ജക്റ്റ് നമുക്കറിയാം ഒരു നോവൽ, എ നോവൽ എന്നുള്ളതാണ്. അപ്പൊ സെന്റൻസ് എങ്ങനെ പറയും? ഐ ഷാൽ റൈറ്റ് എ നോവൽ, അല്ലെ? ഞാനൊരു നോവൽ എഴുതും എന്നുള്ളതാണ്. രണ്ടാമത്തെ സെന്റൻസ് നോക്കാം. അവൾ ഒരു നോവൽ എഴുതും. ഇവിടെ അവൾ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ നമുക്കറിയാം ഷീ എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് നമ്മൾ വില്ല് പറയുകയാണെങ്കിൽ നോർമൽ ആയിരിക്കും, ഷാള് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിരിക്കും. ഇവിടെ നമുക്ക് നോർമൽ ആയിട്ടുള്ള ഒരു സെന്റൻസ് എഴുതാം. ഇവിടെ വെർബിനും ഒബ്ജക്റ്റിനൊന്നും ഒരു മാറ്റവും ഇല്ല, റൈറ്റ് എ നോവൽ എന്നുള്ളത് തന്നെയാണ്. ഇനി അടുത്ത സെന്റൻസ് നോക്കാം. അവർ ഒരു നോവൽ എഴുതും, അല്ലെ? അവർ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ദേ ആണ്, നമുക്കറിയാം. അത് കഴിഞ്ഞ്, അല്ലെ, നോർമൽ ആയിട്ടുള്ള സെന്റൻസ് ആണെങ്കിൽ നമ്മൾ എഴുതേണ്ടത് വില്ലാണ്, ഉറപ്പാണെങ്കിൽ ഷാളാണ്, സംശയമാണെങ്കിൽ മേ ആണ്, കഴിവാണെങ്കിൽ ക്യാൻ ആണ്. അപ്പൊ ഇവിടെ നോർമൽ ആയിട്ടുള്ള ഒരു സെന്റൻസ് പറയുകയാണെങ്കിൽ ദേ വിൽ, അല്ലേ? ബാക്കിയൊക്കെ സെയിം തന്നെയാണ്, വെർബും ഒബ്ജക്റ്റും റൈറ്റ് എ നോവൽ എന്നുള്ളതാണ്. ഇത്തരത്തിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെൻസ് ആണ് സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ. ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കണ്ടിന്യൂസ് അല്ലാത്ത എല്ലാ കാര്യങ്ങളും നമ്മൾ സിമ്പിൾ ഫ്യൂച്ചറാണ് പറയുന്നത്. നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു ടെൻസും കൂടിയാണ്. വളരെ എളുപ്പം മനസ്സിലാക്കുക. ഈ പറയുന്ന ഏത് ഓപ്ഷനുകൾ വെച്ച് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ഏത് എഴുതിയാലും ശരി തന്നെയാണ്, കൺഫ്യൂഷൻ ഒന്നും വേണ്ട. അത് കഴിഞ്ഞ് നമ്മൾ വെർബിന്റെ V1 എഴുതുക, ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഒബ്ജക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആയി മാറും. നമുക്ക് അടുത്ത ടെൻസ് നോക്കാം, ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് എന്ന് വെച്ചാൽ, പെർഫെക്റ്റ് ടെൻസ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഒരു ആക്ഷൻ അത് സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ ഈ പറയുന്ന സമയത്തും അത് പൂർത്തിയായിട്ടില്ല എങ്കിൽ അത് പ്രസന്റ് പെർഫെക്റ്റ് ആണെന്നും, ഒരു ആക്ഷൻ പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ പറയുന്ന സമയത്തിന് മുമ്പ് അത് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അത് പാസ്റ്റ് പെർഫെക്റ്റ് ആണെന്നും, ഇനി ഒരു ആക്ഷൻ അത് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെന്ന് നമുക്കറിയാം, അത് കുറച്ച് സമയം അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് ശേഷം അതെന്താണ് അത് കംപ്ലീറ്റ് ആകുമെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇംഗ്ലീഷിൽ വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കുന്ന, വളരെ റെയറായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെൻസാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഒരു ആക്ഷൻ മുൻകൂട്ടി നടക്കാൻ പോകുന്നതും അത് കുറച്ച് സമയം കഴിഞ്ഞ് അത് കംപ്ലീറ്റ് ആകും എന്ന് അത്തരത്തിൽ നമ്മൾ ആലോചിച്ചു കൊണ്ട് പറയേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് വളരെ കുറച്ച് ഉപയോഗിക്കുക എന്ന് പറയുന്നത്. അതിന് പകരം നമുക്ക് സിമ്പിൾ ഫ്യൂച്ചറോ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഒക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ നാളെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ ഒരു മൊബൈൽ ഓർഡർ ചെയ്യുന്നുണ്ടാകുമെന്ന് പറയുക. അതിനർത്ഥം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ആക്ഷൻ അത് ഇനി നടക്കാൻ പോകുന്നതാണ് ഫ്യൂച്ചറിൽ, അല്ലേ? അത് ആ സമയത്ത് അത് കംപ്ലീറ്റ് ആവില്ല. അത് ചിലപ്പോൾ 1-2 ദിവസം കഴിഞ്ഞ് ആ മൊബൈൽ നമ്മളെ കയ്യിൽ കിട്ടുമ്പോഴായിരിക്കും ആ ഓർഡറിങ്ങുമായി ബന്ധപ്പെട്ടുള്ള പ്രവൃത്തി അവിടെ കംപ്ലീറ്റ് ആവുന്നത്. അത്തരത്തിലുള്ള ആക്ഷൻ ഫ്യൂച്ചറിൽ ആരംഭിക്കുമെന്നും അത് കുറച്ച് സമയം കഴിഞ്ഞ് അത് കംപ്ലീറ്റ് ആകുമെന്നും ബോധ്യമുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. നമ്മൾ മലയാള യൂസേജ് പറയുകയാണെങ്കിൽ പോകുന്നുണ്ടാകും, സംസാരിക്കുന്നുണ്ടാകും, പഠിക്കുന്നുണ്ടാകും, വായിക്കുന്നുണ്ടാകും എന്നൊക്കെ നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിന്റെ മലയാള പ്രയോഗമായി ഉപയോഗിക്കാറുണ്ട്. പെർഫെക്റ്റ് ടെൻസിൽ ഞാൻ പറഞ്ഞു വെർബിന്റെ മൂന്നാമത്തെ രൂപം V3 ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ ഓക്സിലറി നോക്കുകയാണെങ്കിൽ വിൽ ഹാവ് എന്ന് നിങ്ങൾക്ക് കാണാം. ഇവിടെ നമുക്ക് ചോയ്സ് അനുസരിച്ച് വിൽ ഹാവ്, ഷാൽ ഹാവ്, മേ ഹാവ്, ക്യാൻ ഹാവ് ഇതെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നേരത്തെ പറഞ്ഞ അതേ കണ്ടീഷനാണ്. ഐയും മെയും കഴിഞ്ഞ് വിൽ ഹാവ് വന്നാൽ ചെറിയ ഉറപ്പും, ഷാൽ ഹാവ് വന്നാൽ നോർമലും, മേ ഹാവ് വന്നു കഴിഞ്ഞാൽ സംശയവും,
ക്യാൻ ഹാവ് എന്നാൽ ആ സെന്റൻസിൽ ഒരു കഴിവിനെ കാണിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഇത്തരത്തിൽ സിറ്റുവേഷൻ അനുസരിച്ച്, സാഹചര്യം അനുസരിച്ച് ഇതെല്ലാം ഓക്സിലറി നിങ്ങൾ ഉപയോഗിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഏത് ഓക്സിലറി ഉപയോഗിച്ചാലും അത് ശരി തന്നെയാണ്. അത് പ്രത്യേകം എന്താണ് മനസ്സിലാക്കുക. ഇവിടെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ സബ്ജക്റ്റ് കഴിഞ്ഞ് നമുക്ക് വിൽ ഹാവ് എഴുതാം, പ്ലസ് വെർബിന്റെ മൂന്നാമത്തെ രൂപം എഴുതാം. ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഒബ്ജക്റ്റ് എന്താണ് എഴുതാൻ സാധിക്കുന്നതാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ സെന്റൻസ് അവൾ ഒരു നോവൽ എഴുതുന്നുണ്ടാകും. അപ്പൊ ഇവിടെ സബ്ജക്റ്റ് ഒരു വിഷയമല്ലെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അവിടെ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ നമ്മൾ ഷീ എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഓക്സിലറി അല്ലേ വിൽ ഹാവ് എഴുതി കഴിഞ്ഞാൽ അത് നോർമൽ ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണെന്ന് മനസ്സിലാക്കാം. പിന്നെ വെർബിന്റെ V3 ആണ് ഇവിടെ. പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എഴുതുക എന്നുള്ളതാണ്. അതിന്റെ V3 എന്ന് പറഞ്ഞാൽ റൈറ്റ്, റോട്ട്, റിട്ടൺ. മൂന്നാമത്തെ രൂപം റിട്ടൺ ആണ്, അത് എഴുതുന്നു. അത് കഴിഞ്ഞ് ഒബ്ജക്റ്റ് നമുക്കറിയാം ഒരു നോവൽ അല്ലേ, എ നോവൽ എന്നുള്ളതാണ്. ഷീ വിൽ ഹാവ് റിട്ടൺ എ നോവൽ, അവൾ ഒരു നോവൽ എഴുതുന്നുണ്ടാകും എന്നുള്ളതാണ്. ഇനി അടുത്ത സബ്ജക്ട് നോക്കാം. അവർ ഒരു നോവൽ എഴുതുന്നുണ്ടാകും. ഇവിടെ സബ്ജക്റ്റിന് മാത്രമേ എന്താണ് മാറ്റം ഉണ്ടാവുകയുള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഒരു മാറ്റവും ഉണ്ടാവില്ല. വളരെ എളുപ്പമാണ് ഈ ഫ്യൂച്ചർ ടെൻസ് ഒക്കെ പഠിക്കാൻ. അവർ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ നമ്മൾ ദേ എന്ന് പറയുന്നു. അത് കഴിഞ്ഞത് നോർമൽ ആയിട്ടുള്ള സെന്റൻസ് ആണെങ്കിൽ നമുക്ക് അവിടെ എന്താണ് വിൽ ഹാവ് ഉപയോഗിക്കാം. അത് ഉറപ്പുള്ളതാണെങ്കിൽ ഷാൽ ഹാവ് ഉപയോഗിക്കാം അല്ലേ. ഇത് നോർമൽ ആയിട്ടുള്ള സെന്റൻസ് ആയതുകൊണ്ട് ദേ വിൽ ഹാവ്, ബാക്കിയുള്ളതെല്ലാം സെയിം തന്നെയാണ്. വെർബും ഒബ്ജക്റ്റും. റിട്ടൺ എ നോവൽ. ആ സെന്റൻസ് നമ്മൾ പറയുന്നത് ദേ വിൽ ഹാവ് റിട്ടൺ എ നോവൽ, അവർ ഒരു നോവൽ എഴുതുന്നുണ്ടാകും എന്നുള്ളതാണ്. ഇനി നോക്കാം, ഞാനൊരു നോവൽ എഴുതുന്നുണ്ടാകും. ഇവിടെ സബ്ജക്റ്റ് ഐ വന്നു കഴിഞ്ഞാൽ അത് ഉറപ്പാണെങ്കിൽ നമുക്ക് എന്താണ് വിൽ ഹാവ് എഴുതാം. നോർമൽ ആണെങ്കിൽ ഷാൽ ഹാവ് എഴുതാം. ഐ ഷാൽ ഹാവ്, ഞാൻ നോർമൽ ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഐ ഷാൽ ഹാവ് എന്താണ് റിട്ടൺ എ നോവൽ അല്ലേ, ഞാനൊരു നോവൽ എഴുതുന്നുണ്ടാകും എന്നാണ് ആ സെന്റൻസിന്റെ അർത്ഥം. വളരെ എളുപ്പമാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഇനി ഒരു ആക്ഷൻ ഫ്യൂച്ചറിൽ സ്റ്റാർട്ട് ചെയ്യും, അത് കുറച്ച് സമയം കഴിഞ്ഞ് അത് പൂർത്തിയാകും. അത്തരത്തിൽ എന്താണ് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം വെച്ചുകൊണ്ട് തന്നെ ഞാനൊരു മൊബൈൽ ഓർഡർ ചെയ്യുന്നുണ്ടാകും എന്ന് പറയുമ്പോൾ നാളെ ഞാൻ എന്താണ് ഫ്ലിപ്കാർട്ടിൽ ഒരു പ്ലേസിൽ ഓർഡർ എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്തൊരു മൊബൈൽ ഓർഡർ ചെയ്യും. അത് നാളെ എനിക്ക് കിട്ടില്ല, ഒരു കൊറിയർ പാക്ക് ചെയ്ത് അയച്ച് എന്താണ് 2-3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും എനിക്ക് ആ മൊബൈൽ കയ്യിൽ കിട്ടുന്നത് അല്ലെ. അത്തരത്തിലൊരു പ്രവൃത്തി സ്റ്റാർട്ട് ചെയ്തത് കംപ്ലീറ്റ് ആവാൻ ചെറിയൊരു ഡ്യൂറേഷൻ ഉണ്ടാകും. അങ്ങനെയാണ് നമ്മൾ ഈ പെർഫെക്റ്റ് ടെൻസ് ഒക്കെ ഉപയോഗിക്കുന്നത്. അത് ഇപ്പോഴും എന്താണ് ആക്ഷൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റും, ആക്ഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റും, ആക്ഷൻ എന്താണ് നടക്കാൻ പോകുന്ന ആക്ഷൻ ആണെങ്കിൽ അത് ഫ്യൂച്ചർ പെർഫെക്റ്റുമാണ് പറയേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇനി നമുക്ക് അടുത്ത ടെൻസ് മനസ്സിലാക്കാം, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. അപ്പൊ കണ്ടിന്യൂസ് എന്ന് കേട്ടാൽ തന്നെ നമുക്കറിയാം ഒരു ആക്ഷൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകും അല്ലേ. അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. അത്തരത്തിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ആക്ഷൻ കഴിഞ്ഞു പോയെങ്കിൽ അത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. ഇനി നടക്കാൻ പോകുന്ന ആക്ഷൻ ആണെങ്കിൽ അത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ്. അപ്പൊ നാളെ ഞാനൊരു സിനിമ കാണുമെന്ന് പറയാണ്. അപ്പൊ നമുക്കറിയാം നാളെ എന്ന് വെച്ചാൽ നടക്കാൻ പോകുന്ന കാര്യമാണ്. സിനിമ എന്ന് പറഞ്ഞാൽ 2-3 മണിക്കൂർ നമ്മൾ എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് പ്രവൃത്തി ഉണ്ടാകും. അത്തരത്തിലുള്ള സെന്റൻസ് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. അവിടെ നാളെ ഞാനൊരു സിനിമ കാണുമെന്ന് പറഞ്ഞാലും ആരും പഠിക്കുകയെന്നില്ല, ശരി തന്നെയാണ്. അവിടെയും എന്താണ് അത് സിമ്പിൾ ഫ്യൂച്ചർ ആണ്. പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രവൃത്തിയെ നമ്മൾ കാണിക്കുന്നില്ല സിമ്പിൾ ഫ്യൂച്ചർ ആകുമ്പോൾ. അവിടെ കണ്ടിന്യൂസ് ആണെന്നുള്ള പ്രവൃത്തിയെ കാണിക്കുന്നതിന് വേണ്ടി, കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് നമ്മൾ ആ ടെൻസ് ഉപയോഗിക്കേണ്ടത്. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് മനസ്സിലാകും അത് ഇനി നടക്കാൻ പോകുന്ന ആക്ഷൻ കണ്ടിന്യൂസ് ആയിട്ടുള്ളതാണ് എന്നുള്ളത്. ഇവിടെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ സബ്ജക്റ്റ് കഴിഞ്ഞ് നമുക്ക് ഇഷ്ടമുള്ള ഓക്സിലറി വെർബ് ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ നിങ്ങൾ കാണുന്ന വിൽ ബി ആണെങ്കിലും ഞാൻ പറഞ്ഞു അവിടെ ഷാൽ ബി ഉണ്ട്, മേ ബി ഉണ്ട്, ക്യാൻ ബി ഉണ്ട്, ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ആ സെന്റൻസിൽ നമ്മൾ മീൻ ചെയ്യുന്നത് അത് ഉറപ്പാണോ അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ളതാണോ, കഴിവിനെ കാണിക്കാനാണോ, സംശയമാണോ എന്ന് മനസ്സിലാക്കി വേണം ഈ പറഞ്ഞ ഓക്സിലറി വെർബ് എല്ലാം ഉപയോഗിക്കാം. ഇവിടെ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ING ഫോം ആണ് നമുക്കറിയാം വെർബിന്റെ. അതുപോലെ തന്നെ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റും കാണിക്കാം. ഒന്നാമത്തെ സെന്റൻസ് നോക്കാം, അവൾ ഒരു നോവൽ എഴുതുമായിരിക്കും അല്ലേ. വരുമായിരിക്കാം, സംസാരിക്കുമായിരിക്കാം, പോകുമായിരിക്കും. ഇത്തരത്തിലൊക്കെ നമ്മൾ എന്താണ് ഫ്യൂച്ചറുമായി ബന്ധപ്പെടുത്തി മലയാളത്തിൽ സംസാരിക്കാറുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു യൂസേജ് ആണ്, അത് മനസ്സിലാക്കി വെക്കുക. അവിടെ അവൾ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ നമ്മൾ ഷീ എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഇഷ്ടമുള്ള ഓക്സിലറി വെർബ് നമുക്ക് ഉപയോഗിക്കാം അല്ലെ. ഇത് നോർമൽ ആയിട്ടുള്ള സെന്റൻസ് പറയുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ വിൽ ബി ഉപയോഗിക്കുന്നു. വെർബിന്റെ ING ആണ് ഇവിടെ എഴുതുക എന്നുള്ളതാണ് വെർബ്. അതിന്റെ ING ഫോം എന്ന് പറഞ്ഞാൽ റൈറ്റിംഗ് എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് ഇവിടെ ഒബ്ജക്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു നോവൽ അല്ലേ, എ നോവൽ എന്നുള്ളതാണ്. ഷീ വിൽ ബി റൈറ്റിംഗ് എ നോവൽ, അവൾ ഒരു നോവൽ എഴുതുമായിരിക്കും എന്നുള്ളതാണ് ആ സെന്റൻസിന്റെ അർത്ഥം. അടുത്ത സെന്റൻസ് നോക്കാം, അവർ ഒരു നോവൽ എഴുതുമായിരിക്കും. അവർ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ നമ്മൾ ദേ എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നോർമൽ സെന്റൻസ് ആയതുകൊണ്ട് തന്നെ വിൽ ബി ഉപയോഗിക്കുന്നു. റൈറ്റിംഗ് എ നോവൽ, ദേ വിൽ ബി റൈറ്റിംഗ് എ നോവൽ, അവർ ഒരു നോവൽ എഴുതുമായിരിക്കും. ഇനി ഞാനൊരു നോവൽ എഴുതുമായിരിക്കും. ഇവിടെ ഐ എന്നുള്ളതാണ് സബ്ജക്റ്റ്, നമുക്കറിയാം. അവിടെ നോർമൽ ആയിട്ടുള്ള സെന്റൻസ് ആണെങ്കിൽ നമ്മൾ ഷാൽ ബി ആണ് ഉപയോഗിക്കേണ്ടത്. ഐ ഷാൽ ബി റൈറ്റിംഗ് എ നോവൽ, ഞാനൊരു നോവൽ എഴുതുമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ വളരെ എളുപ്പമാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ്.
ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫ്യൂച്ചർ കണ്ടിന്യൂസും ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസും ഏകദേശം ഒരേ അർത്ഥത്തിൽ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്താണ് വ്യത്യാസം എന്ന് വെച്ചാൽ ദൈർഘ്യമാണ്. പ്രസന്റിലും പാസ്റ്റിലും ഞാൻ പറഞ്ഞു കണ്ടിന്യൂസ് ടെൻസ് മനസ്സിലാക്കിയ സമയങ്ങളിൽ ആ ടെൻസുകളെല്ലാം ഉപയോഗിക്കുന്നത് എന്താണ്? ഒരേ അർത്ഥത്തിൽ തന്നെയാണ്, ഒരേ സാഹിത്യത്തിൽ തന്നെയാണ്. വ്യത്യാസം അതിന്റെയൊക്കെ ദൈർഘ്യമാണ്. ഇവിടെയും അതുപോലെ തന്നെയാണ്. ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ ഇനി ഫ്യൂച്ചറിൽ നടക്കാവുന്ന ആക്ഷൻ കുറച്ച് സമയമാണെങ്കിൽ ഫ്യൂച്ചർ കണ്ടിന്യൂസിലും, ഒരുപാട് സമയമാണെങ്കിൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിലുമാണ് നമ്മൾ പറയേണ്ടത്. അപ്പൊ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്താണെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാം. അവിടെ സെന്റൻസിന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ സബ്ജക്ട് കഴിഞ്ഞ് നമ്മൾ വിൽ ഹാവ് ബീൻ പ്ലസ് കണ്ടിന്യൂസ് ടെൻസ് ആയതുകൊണ്ട് തന്നെ വെർബിന്റെ ing, പിന്നെ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഒബ്ജക്റ്റും എഴുതാം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വിൽ ഹാവ് ബീൻ ഉണ്ട്, ഷാൽ ഹാവ് ബീൻ ഉണ്ട്, മേ ഹാവ് ബീൻ ഉണ്ട്, ക്യാൻ ഹാവ് ബീൻ ഉണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും എഴുതാം. ഞാൻ പറഞ്ഞു സിറ്റുവേഷൻ അനുസരിച്ച്, സാഹചര്യം അനുസരിച്ച് നിങ്ങൾ ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഈ രണ്ട് ടെൻസ് നമ്മൾ വ്യത്യാസം, ഫ്യൂച്ചർ കണ്ടിന്യൂസും ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസും നമ്മളുടെ വ്യത്യാസം ഞാൻ പറഞ്ഞു ദൈർഘ്യത്തിന്റെ വ്യത്യാസമാണെന്ന്. ഉദാഹരണം പറയുകയാണെങ്കിൽ 6 മാസം ഞാൻ ദുബായിൽ താമസിക്കുമായിരിക്കും എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്വാഭാവികമായി നിങ്ങൾക്ക് ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ പറയാം. ഞാനൊരു 6 വർഷം ഇനി ദുബായിൽ താമസിക്കുമെന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്താണ്? ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. കാരണം ഇത് നടക്കാൻ പോകുന്ന ആക്ഷൻ ആണ്, പക്ഷെ ഒരുപാട് സമയം ഇല്ല, ഒരുപാട് ദൈർഘ്യമായ ആക്ഷൻ ഉണ്ടെന്ന് നമുക്ക് അനുമാനിക്കാം. അപ്പൊ ഇത്തരത്തിൽ അനുമാനം നമുക്ക് പറ്റാത്തത് കൊണ്ടാണ് ഈ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസും വളരെ റെയർ ആയിട്ടാണ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസും വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസും. ഈ രണ്ട് ടെൻസും വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. കാരണം നമുക്ക് ഒരുപാട് ഫ്യൂച്ചർ എന്താണ് അനുമാനിച്ച് പറയാനൊന്നും പറ്റില്ല. ഇവിടെ നമ്മൾ സെന്റൻസ് നോക്കുകയാണെങ്കിൽ അവൾ ഒരു നോവൽ എഴുതുമായിരിക്കും, അല്ലേ? അപ്പൊ ഇതിന്റെയൊക്കെ യൂസേജ് സെയിം തന്നെയാണ്. വ്യത്യാസം ഞാൻ പറഞ്ഞു ദൈർഘ്യമാണെന്ന്. അവിടെ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ നമ്മൾ ഷീ എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വിൽ ഹാവ് ബീൻ എഴുതുന്നു. വെർബിന്റെ ing ആണ്, അല്ലേ? റൈറ്റ് എന്നുള്ളതിന്റെ ing റൈറ്റിംഗ് ആണ്. ഒബ്ജക്റ്റ് നമുക്കറിയാം എ നോവൽ എന്നുള്ളതാണ്. ഷീ വിൽ ഹാവ് ബീൻ റൈറ്റിംഗ് എ നോവൽ, അവൾ ഒരു നോവൽ എഴുതുമായിരിക്കും എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. പക്ഷെ നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ ദൈർഘ്യമുള്ള ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ടെൻസ് ഉപയോഗിക്കുന്നത്, ഫ്യൂച്ചറിലെ കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി. രണ്ടാമത്തെ സെന്റൻസ് നോക്കാം. അവർ ഒരു നോവൽ എഴുതുമായിരിക്കും. അവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദേ ആണ്. അത് കഴിഞ്ഞ് എന്താണ്? ഒരു വ്യത്യാസവുമില്ല, വിൽ ഹാവ് ബീൻ റൈറ്റിംഗ് എ നോവൽ, അല്ലേ? അവർ ഒരു നോവൽ എഴുതുമായിരിക്കും. ഇനി അടുത്ത സെന്റൻസ് നോക്കാം. ഞാനൊരു നോവൽ എഴുതുമായിരിക്കും. ഇവിടെ ഞാനെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഐ ആണ്. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ വിൽ ഹാവ് ബീൻ പറഞ്ഞാൽ അത് ഉറപ്പുള്ളതായി തീരും. അതുകൊണ്ട് നോർമൽ ആയിട്ടുള്ള സെന്റൻസ് ആക്കി പറയുകയാണെങ്കിൽ ഷാൽ ഹാവ് ബീൻ റൈറ്റിംഗ് എ നോവൽ, അല്ലേ? ഞാനൊരു നോവൽ എഴുതുമായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിൽ എന്താണ്? സബ്ജക്റ്റ് മാത്രമേ മാറി വരികയുള്ളൂ. ഓക്സിലറിയോ വെർബിന്റെ രൂപങ്ങളോ ഒന്നും മാറുന്നില്ല. അപ്പൊ ഫ്യൂച്ചർ ടെൻസുമായി ബന്ധപ്പെട്ടുള്ള 4 ടെൻസ് നമ്മൾ മനസ്സിലാക്കി. വളരെ എളുപ്പമാണ്. സിമ്പിൾ ഫ്യൂച്ചർ ആയാലും, കണ്ടിന്യൂസ് ആയാലും, പെർഫെക്റ്റ് ആയാലും, പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയാലും. ഇനി ഇത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായി അറിയുന്നതിന് വേണ്ടിയുള്ള ഒരു ചെറിയ ടാസ്ക് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കറക്റ്റ് ദ സെന്റൻസസ് ഇഫ് ഫ്രോം, അല്ലെ? ഇവിടെ ഒരു 3 സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. അതിലെ മിസ്റ്റേക്സ് എന്താണെന്ന് മനസ്സിലാക്കി അത് കറക്റ്റ് ചെയ്ത് എഴുതുക. അതിന്റെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് ഡേ 22 കാണുവാൻ സാധിക്കുന്നതാണ്. ഞാൻ ഈ പാഠത്തിൽ ഷെയർ ചെയ്ത കാര്യങ്ങൾ എല്ലാവർക്കും നല്ലതുപോലെ മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമാണെന്ന് തോന്നുമെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.